ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ലണ്ടനത്തെ സെക്കൻഡ് ഡേ ഇതാണ്. നമ്മൾ ഹോട്ടൽ ഇതാ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 11 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഇന്ന് പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സാലിസ്ബറി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്നും സ്റ്റോണഞ്ച് ഉണ്ടല്ലോ, ആ ഒരു റോക്കിൻ്റെ ഒരു വാൾപേപ്പേഴ്സിലൊക്കെ കാണാനില്ലേ, ആ ഒരു സ്റ്റോണഞ്ച് വിസിറ്റ് ചെയ്യാന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇവിടുന്ന് 1-2 മണിക്കൂറായിട്ടാണ് ട്രെയിനിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സാവധാനം ഇറങ്ങിയതാണ്. കാരണം ഇന്നലെ ഒരുപാട് ക്ഷീണമൊക്കെ ഉണ്ടായി, നമ്മൾ ലേറ്റായിട്ട് എണീച്ച്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരെ സ്റ്റേഷനിൽ. ഇന്നിപ്പോൾ ഇവിടെ അധികം വെയിലൊന്നും കാണുന്നില്ല. നമ്മളിപ്പോൾ പോകുന്ന ഒരു കൺട്രി സൈഡിൻ്റെ ഭാഗത്തേക്കാണ്. ഈ സ്റ്റോണഞ്ച് എന്നുള്ളൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വെയിൽ അത്യാവശ്യം ഇല്ലാതെ കട്ടെ എന്നുള്ളതാണ് ഇപ്പം വിചാരിക്കുന്നത്. ഹലോ അമ്മ, വെറും 300 മീറ്ററാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് സ്റ്റേഷനിലേക്കുള്ളത്. അവിടെയാണ് സ്റ്റേഷന്, വാട്ടർലൂ സ്റ്റേഷൻ. ഇതാണ് വാട്ടർലൂ സ്റ്റേഷന്. വലിയൊരു സ്റ്റേഷനാണ്. നമുക്ക് ഇവിടെ നിന്നാണ് ട്രെയിനുള്ളത്. ട്രെയിന് സാലിസ്ബറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ട്രെയിന് നമ്മളുടെ ഓൾറെഡി പാസ് ഉണ്ട്. അപ്പോൾ പാസ് ഉപയോഗിച്ചിട്ട് പോവുക. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുന്ന് 2-3 റിസർവേഷൻ ചെയ്യാനുണ്ട്. കാരണം നമ്മൾ 2 ദിവസമൊക്കെ അതിന് മാഞ്ചസ്റ്ററിലേക്ക് പോവേ. അപ്പോൾ അവിടത്തേക്കുള്ള ടിക്കറ്റ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റിസർവ് ചെയ്യണം. എമിലിതാ ഇവിടെ മെക്കത് എന്താ സാധനം? നമ്മളിവിടെ എത്തിയത് 11:50 ആ സമയത്ത് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കയറാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ജസ്റ്റ് മിസ്. ഇനിയുള്ളത് 12:20 അടുത്ത ട്രെയിന് സാലിസ്ബറിയിലേക്കുള്ളത്. സാലിസ്ബറി 12:20 അതിലേ കയറാം. സൗത്ത് വെസ്റ്റേൺ റെയിൽ. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ സാലിസ്ബറിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മളതിൽ യൂറയിലുണ്ട്. യൂറയിൽ പാസ് എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ റിസർവേഷൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ കുറേ കാലി സീറ്റ് കാണുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്നതാണ്. അതിനോടൊക്കെ കാണാം സീറ്റ് നമ്പേഴ്സ്. റിസർവ് ചെയ്ത ആൾ വരാണെങ്കിൽ മാത്രം നമുക്ക് വേറെ സീറ്റിലേക്ക് പോയിട്ട് ഇരിക്കണം എന്നുള്ളൂ. പക്ഷേ സാലിസ്ബറിയിലേക്ക് ആകെ 1 മണിക്കൂർ 20 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ പ്രശ്നമില്ല, റിസർവേഷൻ്റെ ആവശ്യമില്ല. അതുപോലെ കറക്റ്റ് 12:20 നമ്മൾ ട്രെയിൻ ഇതാ സ്റ്റേഷൻ വിട്ടു. കുറച്ച് ക്ലൗഡിയാണ് പുറത്തൊക്കെ കാണാണ്ട. മഴ ഇല്ല എന്നാൽ മതിയായിരുന്നു. സമയം 1:30. ഇപ്പം നമ്മൾ സാലിസ്ബറി സ്റ്റേഷനിൽ നമ്മളിനി പുറത്ത് പോകണം. പുറത്തുനിന്ന് വേണം നമുക്ക് ബസ് ഇവിടുന്ന് എവിടെ ഉണ്ടാകുന്നുള്ളത് അറിയാൻ. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ഇവിടെ കാണാം സ്റ്റോൺഹെഞ്ച് ടൂർ ബസ്. ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ്. പക്ഷേ ഇവിടെ ചെറുതായിട്ട് മഴ. അടിപൊളിയല്ലേ? ഒരു കാമൻ കോയറ്റായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഈ സാലിസ്ബറി എന്ന് പറയുന്നത്. നമ്മൾ സാലിസ്ബറിയിൽ എത്തിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അവിടുന്ന് ഇതാ
സ്റ്റോണേഞ്ച് എന്നുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഒരു ബസ് എടുക്കാനുണ്ട്. നമ്മളിതായ ബസ്സിൻ്റെ ഇവിടെ സ്റ്റോപ്പ് കാണാം. ഇവിടെ ഇനി വരും. അതാ വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്. ബസ് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ബസ് എത്തി. ഇതാ ബസ്സിൽ കയറി. ഹലോ, ബാക്കിലിരിക്കാം. ഞാൻ ബാക്കിലിരിക്കാം. നമ്മൾ ബസ്സിൻ്റെ മുകളിലത്തെ നിലയിലാണ് പോയിരിക്കുന്നത്. കേട്ടോ, നമുക്കിത് ഒരു ഹെഡ്ഫോണൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റോപ്പിൽ നിന്ന് സ്റ്റോണേഞ്ച് ബസ് ഇപ്പോൾ വരുന്ന പറയുമ്പോഴത്തേക്ക് ബസ് വന്ന് വേണ്ട ടിക്കറ്റ് എടുത്ത് കറക്റ്റ് ടൈം നമ്മൾ ആ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ എത്തിയതും കറക്റ്റ് ടൈം. അവർ പറഞ്ഞ് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഒരു ബസ് വരും, ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സൈഡിൽ തന്നെയാണ് വരുത്തുന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, മഴ വലിയ പ്രശ്നമാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് കുറഞ്ഞാൽ മതിയായിരുന്നു. നമ്മൾ ഈ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഈ സ്റ്റോണേഞ്ച് എന്ന് പറയുന്ന ഈ സൈഡിലേക്കും കുറച്ച് നടക്കാനുണ്ട്. അതാണ്. അപ്പോൾ ഈ ഒരു ബസ് എന്ന് പറഞ്ഞൊരു ടൂർ ബസ്സും കൂടിയാണ്. നമുക്കൊരു ഇയർഫോൺ തന്നിട്ടുണ്ട്. അത് ഇവിടെ കുത്തിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എത്തിയാൽ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. നല്ല വ്യൂ ആയിരുന്നു പുറത്തൊക്കെ. എല്ലാം മിസ്സായി. മഴ നല്ല വെയിലാണെങ്കിലുണ്ടല്ലോ ഇപ്പം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടെ. കാരണം ആ ഗ്രീന് കണ്ടില്ലേ, ഗ്രീന് ഗ്രാസൊക്കെ. മഴ ചെയ്തപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ ഉണ്ടല്ലോ, ഗ്ലാസ്സൊക്കെ ഒന്നായിട്ട് ഫ്രോസൺ ആയിപ്പോയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ ബ്ലോക്കായി. ഈ ബസ്സിൻ്റെ മുകളിൽ കണ്ടോ, ഫ്രണ്ടിൽ അവർ 2 പേര്, പിന്നെ നമ്മളും, പിന്നെ ബാക്കിൽ പിന്നെ 2 പേരും. അത്ര തന്നെ ഉള്ളൂ. ML കണ്ടോ അവിടെ ഇയർഫോണൊക്കെ വെച്ചിട്ട്. എന്താ കേൾക്കുന്നത് ML? സ്ഥലത്ത് പറ്റിട്ടോ? എനിക്ക് മനസ്സിലാവുണ്ടോ പറയുന്നത്? എന്താ പാടല്ല, ഇത് പാടല്ല, ഇങ്ങനെ പരന്ന് കെടുക്കാണ്. ഇങ്ങനെ പച്ച കളറിലുണ്ടല്ലോ, നമുക്കൊന്നും കാണാൻ പറ്റാത്ത പോലെ. Next stop, Stonehenge Visitor Centre. അത് 20 മിനിറ്റ് എടുത്തിട്ടുള്ളല്ലോ അല്ലേ ആക്ച്വലി? ഇതാണ് ഈ സ്റ്റോണേഞ്ചിൻ്റെ മെയിനായിട്ടുള്ള ഈ പാർക്കിംഗ് ഏരിയ. നമ്മൾ വന്ന ബസ് കണ്ടോ, ടൂർ ബസ് ഇവിടെ ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ. ഇവിടെ നിന്ന് നമുക്ക് ബസ്സിൽ വേണം സൈറ്റിൻ്റെ അങ്ങോട്ടൊക്കെ പോവാം, അല്ലെങ്കിൽ വേണം നടന്നിട്ട് പോവാം. അതിനുള്ള ടിക്കറ്റ് ഇവിടുന്ന് കിട്ടും. അതാ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 പേര്. ഹലോ, തണുക്കുണ്ടല്ലേ? നല്ല മഴ നിന്നിട്ടുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. അതൊക്കെ ഏതാ സ്കൂളിൽ ടൂർ വന്ന പോലെ കുട്ടികൾ. ഇതൊക്കെ ആരാമില്ലേ? ഗ്രൂപ്പ് ടൂറായിട്ട് വന്നതാണ്. അവിടെ കാണാൻ സ്റ്റോറേജ്, അതിൻ്റെ ടൈമും കാര്യങ്ങളും, അതിൻ്റെ എങ്ങനെയാണ് ടിക്കറ്റിൻ്റെ പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവിടെ സ്ഥലമുണ്ട്. നടന്നോളി. ടൂറിസ്റ്റിൻ്റെ ടിക്കറ്റിൻ്റെ ഒക്കെ ഏരിയ ഇവിടെ കണ്ടോ, അവിടെ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട്
ബസ്സിലൊക്കെ വേണം അങ്ങോട്ട് പോവാം. നമുക്ക് കുറച്ച് നടക്കാം. ഇവിടെ ഹട്ടൊക്കെ കാണാം. ഇതൊക്കെ സ്റ്റോൺ ഏജിൽ ഉള്ള ഹട്ടാണോ? നമ്മളെ നീ കണ്ടിട്ടുണ്ടോ? നമ്മൾ വയനാട്ടിൽ പോയില്ലായിരുന്നോ? എന്തിനാ അതിന്റെ പേര്? വയനാട്ടില് ആ എണ്ണൂരിലേക്ക് പോയപ്പോ ഇതേപോലെ നമുക്ക് ഉള്ളിലൊന്ന് കയറി വെക്കാം. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ബെഡ് പോലെയുള്ള സംഭവങ്ങള് അല്ലേ? കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ലെവൽ നമ്മളിപ്പോൾ പോകുന്ന സ്റ്റോൺ ഹെഞ്ചില്ലേ, അത് നിങ്ങൾ ഇപ്പോൾ വണ്ടിൻ്റെ മുകളിലൊക്കെ അതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവില്ലേ? വേറെ എവിടെ കണ്ടിട്ടുണ്ടോ അത്? നിങ്ങൾ വാൾപേപ്പേഴ്സ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല? ചിലപ്പോൾ വിൻഡോസ് വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളെ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഒരു വാൾപേപ്പർ പോലെ ഒന്നും കണ്ടില്ലേ? സ്റ്റോൺസ് ഇല്ലേ? ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ. അവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് നടക്കാണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 25 മിനിറ്റ് അരമണിക്കൂർ ഉണ്ടാവും. എന്നാലും പരന്ന് കിടക്കണേ. നമുക്ക് 1.5 കിലോമീറ്ററോളം നടക്കാണ്ട്. ഏകദേശം അരമണിക്കൂർ എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്. അപ്പം അതുവരെ ഞാൻ ഈ സ്റ്റോണേജിൻ്റെ ചെറിയ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാമല്ലേ? ഈ സ്റ്റോണേജ് എന്ന് പറയുന്നാൽ അതായത് ഹെവി സ്റ്റോൺ ഉണ്ട്. അതായത് 3-4 മീറ്റർ ഹൈറ്റൊക്കെ ഉള്ള വലുത്, ചെറുതല്ല. അപ്പോൾ ഒരു 1-2 ഫ്ലോർ ഹൈറ്റൊക്കെ ഉള്ള സ്റ്റോണാണ്. അതൊരു പ്രത്യേക ലെവലിൽ ഇങ്ങനെ വെച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഫോട്ടോയിലൊക്കെ. ഏകദേശം 5000 വർഷം മുമ്പ് ഉള്ള പഴക്കമുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ എന്തേ പറഞ്ഞത്? ആ സ്റ്റോൺസിൽ ഏകദേശം 5000 ഇയേഴ്സ് ബാക്ക് ഇത്രയും പഴക്കമുണ്ട്. അതിപ്പോഴും അറിയില്ല അത് എവിടുന്ന് വന്ന് എന്തിന് വന്ന് എന്നൊക്കെ ഉള്ളത്, ആര് കൊണ്ടുവച്ച് എന്നൊക്കെ ഉള്ളത്. അത് അതിൻ്റെ എന്തിനാണെന്നുള്ളത് അത് സമയം നോക്കാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വർഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ടെമ്പിളൊക്കെ ഇല്ലേ അതുപോലുള്ള എന്തോ കാര്യങ്ങൾക്കാണോ? പിന്നെ അത് മാത്രമല്ല, ആ സൈറ്റിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് സ്കെൽട്ടൻസ് ഒക്കെ ഇല്ലേ, സ്കെൽട്ടനൊക്കെ കിട്ടിയതിനെ കൊണ്ട് തന്നെ അതൊരു ബെറിയൽ പ്ലേസ് ആണോ എന്നുള്ളതൊന്നും അറിയില്ല. ആ ഒരു സൈറ്റിലേക്കാണ് അപ്പം നമ്മളിങ്ങനെ നടക്കുന്നത്. സ്റ്റോണേജ് വലിയൊന്നില്ലേ? അവൻ്റെ വലിയൊന്നില്ലേ? ആയിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ തിരിഞ്ഞു പോകണുണ്ടോ അവിടെ നടന്നിട്ട്? ഇത് വേറൊരു വിൻഡോസ് വാൾപേപ്പറിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഏരിയ പോലെ തോന്നിക്കും. നമ്മൾ അരമണിക്കൂറോളം നടന്ന് ഏകദേശം തന്നെ ഇത് പറയല്ലേ നമ്മൾ കാണാം. മോള് ഷട്ടിൽ ബസ്സൊക്കെ നടന്നിരിക്കുന്നത്. അതുവരെയാണ് ഷട്ടിൽ ബസ് ഉണ്ടാവുക. കുറച്ച് ബസ്സിൽ വരാണെങ്കിൽ കുറച്ച് നടക്കണം. നമുക്ക് അവിടെ ഷട്ടിൽ ബസ് എടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാണെങ്കിൽ ഇതാ ഇവിടെ വരാം ബസ്സിൽ. നമ്മൾ ഷട്ടിൽ ബസ്സോ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അടുത്ത് കാണാനുള്ള ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് ഇതാ നമ്മൾ വേറൊരു റൂട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിലങ്ങനെ സൈഡിൽ കൂടെ പോയിട്ട് വേണം അതിൻ്റെ അടുത്തെത്താൻ.
വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ബസ്സിൻ്റെതോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ ഒക്കെ ഈ സ്റ്റോണേജ് എന്ന് പറയുന്ന നല്ല കാറ്റുണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. അതിൻ്റെ അടുത്തേക്ക് പോയാലും നമുക്ക് അതിനെ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതുവരെ പോകാനേ പറ്റുള്ളൂ. ഒരു പാത്ത് കണ്ടില്ല. നമുക്ക് കുറച്ചും കൂടി അടുത്തേക്ക് പോവാം. അതായത് നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവിടെ തന്നെ ഒരുപാട് ആളുകളുള്ളത്. ടിക്കറ്റ് എടുത്താണ്ട് നമുക്ക് അടുത്ത് പോകാന്നല്ലാണ്ട് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിൻ്റെ അവിടെ കണ്ടില്ല ആളുകൾ. അതുവരെ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇഷ്ടല് സ്റ്റോണേജ്. ഇത് പറ്റിയില്ല. എല്ലാം പറ്റിയിട്ടില്ല. ഞാൻ ഒരു കൊണ്ടൊക്കെ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ഹിസ്റ്ററിയൊക്കെ അറിയാമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല സ്റ്റോണ് 3-4 മീറ്റർ ഹൈറ്റുള്ള സ്റ്റോണാണ്. കുറച്ച് ഹിസ്റ്ററീസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇതാണോ എന്നാണ് ചോദിച്ചത്. ചുറ്റും കണ്ടില്ല, നല്ല പരന്ന സ്ഥലം, നല്ല പച്ച. നമ്മളേതായാലും ഇവിടെ നിന്നും തിരിച്ചു നടക്കാണ്. നമ്മള് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടക്ക് ഇഷ്ടമായോ? ഇഷ്ടല്ലേ? അടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 10 മീറ്റർ അടുത്തും കൂടി നമുക്ക് പോവായിരുന്നു. 10-5 മീറ്റർ. ഓ 2.3 കിലോമീറ്റർ നമ്മൾ ആ സ്റ്റോണേജിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ നിന്നാണ് നടന്നത്. ഈ വാഷ്റൂമിൻ്റെ അടുത്തുനിന്നും 2.3 കിലോമീറ്റർ, ഏകദേശം 35 മിനിറ്റ് അടുത്ത്. നമുക്കിവിടെ ഫ്രഷ് ആവണം. നമ്മുടെ ബസ് ഇനി ലാസ്റ്റ് ബസ്സായിരിക്കും മിക്കവാറും. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ 6 മണിക്ക് 6:05 ലാസ്റ്റ് ബസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമയം 5:15. തമ്മിലെ കയറിക്കാം. വാഷ്റൂം ഇതാ ഇവിടെ. ശരി, നമ്മളെ ബസ് ഇനി അടുത്തത് 6:15 ലാസ്റ്റ് ബസ്സാണ്. നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി. 5:05 ബസ്സാണ്. അപ്പം എല്ലാവരും പോയിക്കില്ല ഏകദേശം. ഇവിടെ വെൻഡിങ് മെഷീനിൽ എന്ത് എടുക്കാമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. 3 എടുത്ത് കഴിഞ്ഞിട്ടോ ഇനിയില്ല. നാട്ടിലത്തെ മാതിരി അല്ല ഇവിടെ കേട്ടോ. ബസ് ഒന്ന് ലാസ്റ്റ് ബസ് കേട്ടോ ഇത്. സമയം 5:55. അത് ഫിനിഷ് ചെയ്തിട്ട് അതിലിട്ടാളോ. അതാ വേസ്റ്റിന്. അതാ അതിലിട്ടാളോ എമ്മല്ലേ? അതിലിട്ടോ. 6:04 കേട്ടോ ഇവിടുന്ന് ലാസ്റ്റ് ബസ്. നമ്മൾ ഏതായാലും മുകളിൽ കയറാം. ലാസ്റ്റ് ബസ്. നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കല്ലേ? നേരത്തെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം തന്നെ നമുക്ക് മുമ്പിലിരിക്കാം. നേരത്തെ അങ്ങോട്ട് വരുമ്പോൾ നല്ല മഴയില്ലല്ലേ അമ്മല്ലേ? നല്ല വെയില്. അപ്പം നമുക്ക് അത് മാത്രമല്ല, ഫ്രണ്ടിൽ തന്നെ കിട്ടി. നല്ല വ്യൂ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വേറെ എങ്ങനെയെങ്കിലും വരേണ്ടി വരും. ഫ്രണ്ടിലേന് ആദ്യം നല്ല വെയില്. നേരെ കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് ഇരുന്ന് നമുക്ക് കണ്ടില്ലേ.
ഗൈസ് നമ്മളിതാ നമ്മളെ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ എത്തി ഇതവിടെ നേരത്തെ അവള് കൊറേ നടന്നു നേരത്തെ വെറുതെ നമ്മൾ കുറച്ച് നടന്ന് 10 മിനിറ്റ് തന്നെ ബസ് ഉണ്ടായിരുന്നു ഇനി സാലിസ്ബറിയിലുള്ള മെയിനായിട്ട് ഒരു കത്തീഡ്രൽ ഉണ്ട് സാലിസ്ബറി കത്തീഡ്രൽ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ അവിടെ എത്തും നമുക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പോയേക്കാന്നുള്ളതിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ കത്തീഡ്രലിന് അങ്ങോട്ട് പോകല്ലേ നമ്മൾ ഏതായാലും കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് കാരണം ഇവിടെ നിന്നും ഒരു 10 സാലിസ്ബറി കത്തീഡ്രൽ എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കത്തീഡ്രലാണ് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പോയിന്റും കൂടിയാണ് കാരണം UK ടോളസ്റ്റ് കത്തീഡ്രലാണ് സാലിസ്ബറി കത്തീഡ്രൽ സമയം 6:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ട്രെയിന് ഉള്ളത് 8 മണി 8:30 സമയത്താണ് അപ്പോൾ നമുക്ക് ആ ഒരു 1 ഹവറിനുള്ളിൽ ഏതായാലും നാക്കൊന്ന് പോയി ഇത് കാണാം നല്ല ചെറിയൊരു ടൗണ് സാലിസ്ബറി ഒരു അതുപോലെ തന്നെ നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് അധികം ക്രൗഡൊന്നുമല്ലാത്ത ഒരു ഏരിയ ഇവിടെയൊക്കെ വൈകിട്ട് 6 മണി കഴിയുമ്പം തന്നെ റോഡൊക്കെ കാലിയായി പോകുന്നുണ്ട് നമ്മളൊരു 10 മിനിറ്റ് നടന്നതാ ഇതാണ് ഷെൽ സാലിസ്ബറി കത്തീഡ്രല് വെള്ളത്തിൽ ചവിട്ടുണ്ടോ കത്തീഡ്രൽ എൻട്രൻസ് പക്ഷേ ഇതാണ് കേട്ടോ UK ടോളസ്റ്റ് കത്തീഡ്രൽ UK ടോളസ്റ്റ് കത്തീഡ്രലാണ് അപ്പോൾ ഇതാണ് UK ടോളസ്റ്റ് കത്തീഡ്രൽ സാലിസ്ബറി കത്തീഡ്രൽ ഇതിൻ്റെ അകത്തേക്കൊക്കെ പോവുക അതിനെന്താ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു പോയി 5 മണി വരെയാണ് പക്ഷെ അതിൻ്റെ ടൈം കഴിഞ്ഞ് അല്ലേ പക്ഷെ സറൗണ്ടിങ് ഒക്കെ എന്ത് വൃത്തിന്നല്ല ആ പച്ച മൊത്തം പച്ച കളറ് കാർപ്പറ്റ് വിരിച്ച പോലെ ഉണ്ട് ഓ ഇതാ പള്ളിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്താണ് എൻ്റെ പേരെന്താ ഡെയിം എലിസബത്ത് ഫ്രിങ്ക് വാക്കിംഗ് മഡോണ ഇവിടെ ഒരു ബ്രോൺസിൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം വാക്കിംഗ് മഡോണ എന്താ വാക്കിംഗ് മഡോണ നടക്കണം എന്തായിരിക്കും കേട്ടോ മഡോണ ഉള്ള നടത്തം തന്നെ ഇവിടെ 7 മണിയായപ്പോൾ കണ്ടോ ഈ ചർച്ചിൽ നിന്ന് ഇങ്ങനെ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാം ബെല്ലടിക്കുന്നത് അത് അതിൻ്റെ ആളുണ്ടാവില്ല അവിടെ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ആളുകളുടെ രൂപങ്ങൾ എത്രയാണ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള സമയം കഴിഞ്ഞു കയറാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ നല്ല പച്ച കളറ് കംപ്ലീറ്റ് നല്ല വൃത്തിയിൽ നമുക്ക് തിരിച്ചെടുത്താലോ വാ സാലിസ്ബറി കത്തീഡ്രൽ 5 മണി വരെയായിട്ടാണ് ഇതിൻ്റെ ടൈം ഇതിൻ്റെ അകത്ത് കയറാൻ എന്താ മ്യൂസിയം പോലെയൊക്കെ കാണാനൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് നമ്മളിവിടെ വന്നപ്പോൾ സാലിസ്ബറിയിൽ വന്നപ്പോൾ മെയിനായ ഒരു ടോളസ്റ്റ് കത്തീഡ്രലാണ് UK അപ്പോൾ അതൊന്ന് കാണാം അത്രേ ഉള്ളൂ
ഇവിടെ ഒരു 15-20 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ നേരെ ഇങ്ങിപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ തിരിച്ച് സാലിസ്ബറി സ്റ്റേഷനിൽ തന്നെ എത്തി. ഇപ്പോൾ സമയം 8:10, നമ്മളെ ട്രെയിന് 8:25 അല്ലേ. നമ്മൾ ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇപ്പം നേരെ നമ്മളെ ഹോട്ടലിലേക്ക് അതാ ട്രെയിൻ അനൗൺസ്മെൻറ്റ്. വാട്ടർലൂ 8:25. അത് വരുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനിയിപ്പോൾ നാളെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ്? കാർഡിഫിലേക്ക്, അതായത് വെയിൽസ്. ഓക്കെ, അത് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ ലണ്ടനിൽ. അപ്പം നമുക്ക് വേറൊരു രാജ്യത്ത് പോക്കുമായി അല്ലേ. അപ്പോൾ അത് നമുക്ക് ഏതായാലും അടുത്തതിൽ കാണാം. ഇതേതായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ അടുത്തതിൽ കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.